അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഇനിയിപ്പം Good morning, miss. ഗുഡ് മോർണിംഗ്. പ്ലേയിങ് ഗെയിംസ് ഓൺ ദി കമ്പ്യൂട്ടർ എന്നുള്ള പോർഷൻ മുതലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഗെയിം കളിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ നോക്കട്ടെ, ഇതിനകത്തുണ്ടോന്ന് ഒരു സെക്കൻഡ്. നമ്മുടെ ഇതിനകത്ത് ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ഒന്നുമില്ല, നിങ്ങളൊന്ന് കാണിക്കാനുള്ള ഗെയിമില്ല. അത് ഗൂഗിള് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഗെയിംസ് ഇല്ല. ഓക്കെ, നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ഗെയിം ഒന്നുമില്ല. ശരി, അതെ, സാധാരണ നമ്മൾ ആവശ്യമില്ലാത്തതുകൊണ്ട് കേട്ടാത്തതാണ് കേട്ടോ. ഈ കമ്പ്യൂട്ടർ നമ്മൾ ടീച്ചേഴ്സ് ആരും ഗെയിം കളിച്ചോണ്ടിരിക്കുന്നില്ലോ, അതുകൊണ്ട് ഗെയിം കയറ്റാത്തതാണ്. നിങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ ഗെയിം ആണ്. പിന്നെ ഇതിനകത്ത് ഇന്റർനെറ്റ് ഗെയിംസ് ഉള്ളത്, അതിപ്പോൾ നമുക്ക് കളിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ. ഓക്കെ, ഹൗ ടു പ്ലേ ഗെയിംസ് ഓൺ കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറ്റിയിരിക്കുന്ന ഗെയിംസ് എങ്ങനെ കയറ്റാമെന്നും അത് എങ്ങനെ കളിക്കാമെന്നുമാണ് കമ്പ്യൂട്ടറിൽ. ഹൗ ടു insert. First, multimedia games are very popular these days. Game software are available on CD-ROMs or can be played online. Online games we can play. Otherwise, നമ്മൾ CD പ്ലെയറിലൂടെ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗെയിമുകൾ. ഇപ്പം ടീച്ചറിൻ്റെ കമ്പ്യൂട്ടറിൽ നിലവിൽ ഒരു ഗെയിമും ഇല്ല. ഇപ്പോൾ കുറച്ച് ഓൺലൈൻ ഗെയിംസ് ഉണ്ട്. നിങ്ങൾ ഒരെണ്ണം എടുത്ത് കാണിക്കാൻ നേരത്തെ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ള ആ ഗെയിം ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആ സംഭവം ഇതിനകത്തില്ല. സോളിറ്റെയർ എന്നൊക്കെ പറഞ്ഞ ഗെയിംസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു 3-4 ഗെയിം സാധാരണ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ കാണുന്നത്. ഇതിപ്പോൾ ലാപ്ടോപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. there are no games. I think in computer there will be, I think. Anyway, first what we have to do is when we switch on the computer, നമുക്ക് സ്ക്രീൻ ഒക്കെ വരുമല്ലോ, അതിനുശേഷം we have to click on start button. Start button click ചെയ്യണം. One second, Sinan. Sinan, here, yes. Hi, how are you, Sinan? Sound mute ചെയ്ത് വെച്ചിരിക്കുക, I can't hear. Good morning. Good morning. Where are you? Have you come back or are you still there with your father? Yeah. Huh? Did you come back? Yeah. Are I you am still? Dubai. Huh? Dubai. Oh, Yeah. still you are there, huh? Okay. Are you enjoying the holidays there? Yes. Okay, okay, okay. Class attend ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ മോനെ. Okay. Yes. Yes, yes. Good. ശരി, കം ബാക്ക്. അപ്പം നമ്മൾ ഗെയിംസ് ഇവിടെ ഗെയിംസിലേക്ക് സോളിറ്റയർ, ഫ്രീ സെൽ ആൻഡ് മൈൻഡ് സ്വീപ്പർ ആർ അവൈലബിൾ വിത്ത് വിൻഡോസ്. വിൻഡോസിൽ തന്നെ ഉള്ളതാണ് ഈ സോളിറ്റയർ, ഫ്രീ സെൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഗെയിമുകളുണ്ട്. പിന്നെ മൈൻഡ് സ്വീപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇതിനകത്തൊന്നുമില്ല, ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ, വൺ സെക്കൻഡ്, ഒരെണ്ണം ഉണ്ടോന്നൊരു ഡൗട്ട്.
ഇല്ല, ഇതിലൊന്നുമില്ല. നിലവിൽ ഇതിലൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ഗോ ടു സ്റ്റാർട്ട് ആൻഡ് വി ഹാവ് ടു ക്ലിക്ക് ദർ. വെൻ വി ക്ലിക്ക് ഓൺ സ്റ്റാർട്ട്, see here in page 97 second picture you can see like that way it comes when we click on start. ആ പിക്ചറിന്റെ ഏറ്റവും അടിയിൽ സ്റ്റാർട്ട് എന്ന് കണ്ടോ? പേജ് 97. Did you see? Sinan doesn't have book, is it? Okay. Others, did you see that page 97 second picture? രണ്ടാമത്തെ പിക്ചർ കണ്ടോ? ആ രണ്ടാമത്തെ പിക്ചറിൽ ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്നൊരു ഇത് കണ്ടോ? സോ വെൻ വി ക്ലിക്ക് ദാറ്റ്, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ വരും. സെറ്റ് പ്രോഗ്രാം ആക്സസ് ആൻഡ് ഡിഫോൾട്ട്സ്, വിൻഡോസ് കാറ്റലോഗ്, വിൻഡോസ് അപ്ഡേറ്റ്, പ്രോഗ്രാം, ഡോക്യുമെന്റ്സ്, സെറ്റിംഗ്സ്, സെർച്ച്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, റൺ, ലോഗ് ഓഫ് അഡ്മിൻ, ടേൺ ഓഫ് കമ്പ്യൂട്ടർ, ലൈക്ക് ദിസ് വേ options will come. So from there we have to click on program. പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ആ മോളിൽ നീലമഷിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് അവിടെ വരുമ്പോഴാണ് നീലമഷി അവിടെ വരുന്നത്. ഓക്കെ, സോ ഈ പ്രോഗ്രാമിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആണ് ആക്സസറീസ്, ഗെയിംസ്, മാക്രോ മീഡിയ, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അപ്പം ആ ഓപ്ഷനിൽ നമ്മൾ ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുക. ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിംസ് എന്തൊക്കെ ഗെയിമുകളാണ് അതിനകത്തുള്ളതെന്ന് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഫ്രീ സെല്ല്, ഹാറ്റ്സ്, ഇന്റർനെറ്റ് ബാക്ക് ഗാമോൺ, ഇന്റർനെറ്റ് ചെക്കേഴ്സ്, ഇന്റർനെറ്റ് ഹാറ്റ്സ്, ഇന്റർനെറ്റ്, അതെല്ലാം ഇന്റർനെറ്റ് ഗെയിമാണ്. പിന്നെ ഇന്റർനെറ്റ് അല്ലാതെ മൈൻഡ് സ്വീപ്പർ ഉണ്ട്, പിൻബോൾ ഉണ്ട്, സോൾറ്റയർ ഉണ്ട്, സ്പൈഡർ സോൾറ്റയർ ഉണ്ട്, അങ്ങനെ കുറേ ഗെയിമുകളുണ്ട്. ഫ്രം ദിസ് വി ക്യാൻ ക്ലിക്ക് വിച്ച് വൺ വി വാണ്ട്. ഇതിനകത്ത് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ഗെയിം ഓപ്പൺ ആകും. സോ വൺസ് അഗൈൻ ഐ വിൽ സേ, ഫസ്റ്റ് വി ഹാവ് ടു ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ. ഫ്രം ദർ പ്രോഗ്രാംസ്, ഫ്രം പ്രോഗ്രാംസ് when we click on programs, that so many options will be there. അതിൽ നിന്ന് ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുക. ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെ ലാപ്ടോപ്പിലുള്ള ഗെയിമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ആകും. സോ ഫ്രം ദാറ്റ് വിച്ച് ഗെയിം യു വാണ്ട് ദാറ്റ് യു ക്യാൻ സെലക്ട്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഓപ്പൺ ആയിട്ട് വരും. അണ്ടർസ്റ്റാൻഡ്? സോ ഹൗ? ഫസ്റ്റ് സ്റ്റാർട്ട്, then programs, then games, then the game which we like. മനസ്സിലായോ? സോ ഫസ്റ്റ് ഏതാണ്? സ്റ്റാർട്ട്. സെക്കൻഡ് വൺ പ്രോഗ്രാംസ്. തേർഡ് വൺ ഗെയിംസ്. ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എത്ര ഗെയിംസ് ഉണ്ടോ അത് അതിനകത്ത് വരും. മിസ്സിനെ ഇപ്പം ഇത് ഇവിടെ നിന്നൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഒന്നുമില്ല. ഇല്ല മക്കളെ, ഓക്കെ, നമ്മുടെ ഇതിനകത്തുനിന്ന് ഗെയിം കാണിച്ചു തരാൻ പറ്റത്തില്ല. സോ മനസ്സിലായോ ഇപ്പോൾ എങ്ങനെ ഗെയിം കമ്പ്യൂട്ടറിൽ എടുക്കുന്നത്? നിങ്ങളുടെ മൊബൈലൊക്കെ ഉണ്ടല്ലോ, മൊബൈലിൽ പിന്നെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ? നമ്മളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഗാലറിയുടെ അടുത്ത് അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഏത് ഗെയിമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു, കളിക്കുന്നു അല്ലേ? അപ്പം സ്റ്റെപ്സ് ടു പ്ലേ സോളിറ്റയർ. ഇവിടെ ഒരു ഗെയിം തന്നിരിക്കുന്നുണ്ട്, സോളിറ്റയർ എന്ന് പറഞ്ഞൊരു ഗെയിം തന്നിട്ടുണ്ട്. ആ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, അതെങ്ങനെ കളിക്കേണ്ടതെന്ന് മിസ് നേരത്തെ പഠിപ്പിച്ചുകൊണ്ട് സ്കൂളിലൊക്കെ ഈ ഗെയിം കുട്ടികളെ കൊണ്ട് കളിപ്പിക്കായിരുന്നു. ഇതും എന്താണെന്ന് വെച്ചെന്നാൽ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ കാർഡ്സ് കളിക്കാറുണ്ടോ? നിങ്ങളിങ്ങനെ കാർഡ്സ് കളിക്കാറുണ്ടോ?
ഉണ്ട് അല്ലേ? ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ചേട്ടന്മാരൊക്കെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പൈസയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കളിക്കാറുണ്ട് അല്ലേ? കുറെ പേർക്ക് പൈസ പോകും, കുറച്ച് പേർക്ക് പൈസ കിട്ടും. ആ കളി നല്ലതല്ല. പൈസ വെച്ച് കളിക്കുന്നതാണ് നമ്മുടെ പൈസ പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് പൈസ കിട്ടണമെന്നില്ല. ബട്ട് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കളിക്കുമ്പോൾ, നമ്മളൊക്കെ വീട്ടിലൊക്കെ കളിക്കുമ്പോൾ പപ്പയുടെ മമ്മിയുടെ അല്ലെ ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ പൈസ ഒന്നും വെച്ചിട്ടില്ല അല്ലേ? വേണമെങ്കിൽ പഞ്ചായത്തിന് 1 രൂപയോ 2 രൂപയോ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. മറ്റു ചേട്ടന്മാരെ കളിക്കുന്നത് 1000 രൂപ 2000 രൂപയൊക്കെ വെച്ചിട്ട് കളിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഗെയിം കളിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ആ ചിത്രം നോക്കിയേ. ബ്ലാക്ക് കളറിലുള്ളതുണ്ട്, റെഡ് കളറിലുള്ളതുണ്ട് അല്ലേ? സോ ഇത് സെറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ ഇത് സെറ്റ് കളിക്കാനാണ്. നമുക്കറിയാം നിങ്ങൾ കാർഡ്സ് കളിക്കുമ്പോൾ അതിലൊരു കിങ് ഉണ്ടാകും, ക്വീൻ ഉണ്ടാകും, പിന്നെ ഒരു ജോക്കർ ഉണ്ടാകും, പിന്നെ 1 2 അങ്ങനെ നമ്പർ കാണും 10 വരെ. അതിൽ തന്നെ ബ്ലാക്കും പിന്നെ ഇതൊക്കെയുണ്ട്, ഡയമണ്ട്, ക്ലാവർ എന്നൊക്കെ. നിങ്ങൾ എന്താ, എനിക്ക് കളി അറിയത്തില്ല ഈ കളിക്കുന്നതിൽ. പക്ഷെ കമ്പ്യൂട്ടറിൽ ഈ ഗെയിം കളിക്കാൻ എനിക്കറിയാം. മറ്റേ നമ്മൾ സാധാരണ ചീട്ട് വെച്ച് വല്ല കാർഡ് വെച്ച് നമ്മൾ വീട്ടിൽ കളിക്കുന്ന ഐ ഡോണ്ട് നോ ദാറ്റ് പ്ലേ. അതിന്റെ റൂൾസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ റൂൾസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവിടെ ഇപ്പം നമുക്കറിയാം റെഡ് തന്നെ 2 തരത്തിലുണ്ട്. ഹാർട്ടിന്റെ ഷേപ്പിലുള്ളതും ഉണ്ട്, മറ്റൊരു ഡയമണ്ടിന്റെ ഷേപ്പിലുള്ളതും ഉണ്ട് അല്ലെ? അതുപോലെ ബ്ലാക്ക് നോക്കിക്കേ. ബ്ലാക്കിലെല്ലാം എന്താ അതിനെന്താ പറയുന്നത്, 3 ലീവ്സ് പോലെ 3 ലീവ്സ് പോലെ കാണുന്നത്. എനിക്കറിയില്ല, കളിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ പൂവെന്നാണോ പറയുന്നതിന്? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, എന്തേലും ആയിക്കോട്ടെ. പിന്നെ ക്ലാവർ, ഇതാണ് ഈ ക്ലാവർ എന്ന് പറയുന്നത്. കേട്ടിട്ട് എനിക്കറിയില്ല. ശരി, ഓക്കെ. ഇതിലിപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ പിന്നെ കുറെ ചീട്ടുകൾ നമ്മുടെ മേളിലൊരു 4 റോസ് ഫ്രീ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ചീട്ട്, ഇവിടെ താഴെ നമുക്ക് കളർഫുൾ ആയിട്ട് തന്നിരിക്കുന്ന ആ ഒരു സെറ്റ് ചീട്ട് ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഫസ്റ്റ് 1 കെ ഈസ് ഇൻ ഹാർട്ട് ഷേപ്പ് റെഡ്, അതുപോലത്തെ അതിന്റെ സെറ്റ് മുഴുവൻ അവിടെ കാണും. കെയുടെ ക്യൂവിൻ കാണും, പിന്നെ 10 9 അങ്ങനെ നമ്പർ 1 ഉണ്ടോ? അതിന് പകരം തോന്നുന്നു ജോക്കർ വരുന്നത് അല്ലേ? അങ്ങനെയാന്ന് തോന്നുന്നു. യെസ്, എ ആണോ? ആസ് അല്ലേ? ഓക്കെ. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് ഒപ്പിച്ചു വെക്കണം. അപ്പൊ നമ്മളിപ്പോ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇവിടെ 8ന്റെ അടുത്ത് പിന്നെ നമുക്ക് 6 കൊണ്ട് വെച്ചാൽ അത് ഇരിക്കത്തില്ല. 7 വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് 6 വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് കെയിലാണെങ്കിൽ കെയുടെയും ജെയുടെയും 2 2 അല്ലേ? അപ്പൊ കെയുടെ അതേപോലത്തെ തന്നെ ക്യൂവിനെ കിട്ടണം, ക്യൂ കിട്ടണം, മറ്റേ ഹാർട്ട് ഷേപ്പിലുള്ളത്. സോ നമുക്ക് ഇതിനെ വലിച്ചുകൊണ്ട് ഈ മേളിലുള്ള 4 കോളംസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കണ്ടില്ലേ, അവിടെ കൊണ്ട് വെക്കാൻ പറ്റും. അവിടെ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ ഓരോന്ന് വലിക്കുമ്പോൾ ഇവിടെ പുതിയതായിട്ട് ഒരെണ്ണം ഓപ്പൺ ആകും. ഈ ഫസ്റ്റ് 1 മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇതിനെ ഇവിടെ നമ്മൾ നീക്കിയാൽ മാത്രമേ അടുത്തത് ഓപ്പൺ ആകുള്ളൂ. അത് ഓപ്പൺ ആകുമ്പോൾ കറക്റ്റ് ക്യൂ കിട്ടിയാൽ ഭാഗ്യം, നമുക്കതിനെ അങ്ങോട്ട് എടുത്തു വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മേളത്തെ സെറ്റ് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ സൈഡിലൊരു ഫിഷിനെ കാണുന്നില്ലേ, അതും കാലിയായിട്ടിരിക്കുന്നത്, അതിനകത്ത് നിന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമാണിത്. ഓക്കെ, there are 7 columns of cards. The first column has 1 card, the second has 2 cards, the third has 3 cards and so on. ഒന്നാമത്തിൽ ഒറ്റ കാർഡുള്ളൂ കിങ്, രണ്ടാമത്തിൽ ജെയും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, മൂന്നാമത്തെ 7 ഉണ്ട്, അതിന്റെ ഉള്ളിൽ 3 വേറെ 2 കൂടെ കാണാം. അങ്ങനെ ലാസ്റ്റ് 7ാമത്തെ കോളത്തിൽ വരുമ്പോൾ 7 ചീട്ടുകൾ അതിനകത്തുണ്ടാകും. നമ്മൾ ഇതിനെ വലിച്ച് സെറ്റ് ആക്കി വെക്കണം. ഓൾസോ there is a deck of cards with a face down in the top left corner. പിന്നെ കുറച്ച് കാർഡുകളുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ 4 എണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വലിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. You have to build 4 stacks of cards, 1 stack in each suit in the empty space slot in the top right of screen. These cards in each stack must be in order A2 3 4 5 6 7 8 9 10 J Q K. ഫസ്റ്റ് 1 എ ആയിരിക്കണം, ഏറ്റവും താഴെ അതിന്റെ മുകളിൽ. പിന്നെ 1 ഇല്ലല്ലോ, 2 3 4 5 6 7 8 9 10 10 കഴിഞ്ഞിട്ട് പിന്നെ ജെ, അതിന് ബ്ലാക്ക് തന്നെ വേണം കേട്ടോ. ജെ ക്യു കെ ഷുഡ് ബി ഇൻ ഓർഡർ, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ഗോ ദേർ. ഇതിനെ നമ്മൾ വലിച്ച അപ്പം 6 ആണ്. 6 കഴിഞ്ഞ് ഇനിയിപ്പം
നമ്മൾ 7 വെക്കണമെങ്കിൽ 7 ഇല്ല. അപ്പൊ നമ്മൾ 8 എടുത്ത് വെച്ച് 8 ആണല്ലോ ഇവിടെ ഓപ്പൺ കിടപ്പുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ 8നെ അവിടെ കൊണ്ടുവച്ചാൽ നേരെ തിരിച്ചിങ്ങോട്ട് വരും. അത് സെറ്റ് ആകത്തില്ല അവിടെ. അതുപോലെ 7 ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി ഇവിടെ കിടക്കുന്ന റെഡ് 7നെ കൊണ്ട് ബ്ലാക്കിന്റെ കൂടെ വെച്ചാൽ അതും സെറ്റ് ആവില്ല. അങ്ങനെ സെറ്റാക്കുന്ന ഒരു കളിയാണ്. ഞാനത് നമ്മുടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ ഇതിനകത്ത് ഗെയിമുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആരെങ്കിലും വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ഇങ്ങനത്തെ ഈ ഗെയിം ഉണ്ട് ലാപ്ടോപ്പിലെ ഗെയിമുണ്ടോ? കമ്പ്യൂട്ടറിൽ ഉണ്ടോ? ആഷിന്റെ കമ്പ്യൂട്ടറിലുണ്ടോ? ആഗ്നസിന്റെ ഉണ്ട്. ലാപ്ടോപ്പ് ആണോ കമ്പ്യൂട്ടർ ആണോ നിങ്ങളുടെ വീട്ടിലുള്ളത്? ലാപ്ടോപ്പിലുണ്ട് അല്ലേ? നമ്മുടെ ഇതിനകത്തൊന്നും ഇല്ല അതുകൊണ്ട്. അപ്പൊ എനിക്ക് ഇതിപ്പോ എങ്ങനെയൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കുന്നില്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, cards may be placed on top of the uncovered card of each columns if they are the opposite color and next in order. For example, if ഇവിടെ ഒരു 8 in on top in a column, you may place a red, the 7 hearts or the 7 of diamonds on top it. Then you may place a black 6 on top of the 7 and so on. Okay, ഈ ഗെയിം മറ്റേ സെറ്റ് ഒപ്പിക്കുന്ന ഗെയിം അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു 8 ഉണ്ട് അല്ലെ? 8നെ എടുത്ത് നമ്മൾ 8ന് മുകളിൽ പിന്നെ ഒരു ബ്ലാക്ക് വന്നാൽ പിന്നെ ഒരു റെഡ് അങ്ങനെ വെക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞ മറ്റേ ഗെയിമിൽ അങ്ങനെയല്ല. മറ്റേ ഗെയിമിൽ സെറ്റ് കറക്റ്റ് ആയിട്ട് അതിന് തന്നെ സെറ്റ് തന്നെ വെക്കണം. ഇപ്പൊ ഇവിടെ ഒരു ബ്ലാക്ക് 8 വന്നു. ഇനി 8ന്റെ താഴെ വരേണ്ടത് ഇവിടെ ഒരു റെഡ് 7 ഉണ്ട്. ആ 7നെ എടുത്ത് വെക്കാം. റെഡ് ആണേലും കുഴപ്പമില്ല. പിന്നെ ഒരു ബ്ലാക്ക് 6 ഉണ്ട്. പിന്നെ റെഡ് 5 ആ രീതിയിൽ ഒരു റെഡ് ഒരു ബ്ലാക്ക് ആ രീതിയിൽ അറേഞ്ച് ചെയ്യണം ഈ ഗെയിം. വേറൊരെണ്ണം ഒറ്റ ഗെയിമില്ലല്ലേ, നിങ്ങളൊന്ന് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. നോക്കട്ടെ എന്തേലും ഇതിനകത്തുണ്ടോ എന്ന് അടിച്ചു നോക്കട്ടെ. ഇല്ല മക്കളെ, ഇതിനകത്തൊന്നും വരുന്നില്ലടാ. ഗെയിംസ് നടച്ചു കൊടുത്തിട്ടും ഈ നെറ്റിലുള്ള ഗെയിം അത് പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാത്തത് കൊണ്ട് അത് വരുന്നില്ല. കൺട്രോൾ പാനൽ 7 ഗെയിംസ് എക്സ്പ്ലോറർ. ഓക്കെ, ലീവ് ഇറ്റ്. അത് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അത്ര അടിച്ചു കൊടുത്തിട്ടും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിമൊക്കെ കളിച്ച് നിങ്ങൾക്ക് രസിക്കാൻ വരുന്നു. ഓക്കെ, ദോസ് ഹു ഹാവ് ഗെയിംസ് ഓൺ യുവർ കമ്പ്യൂട്ടർ. ആഷിൻകുട്ടാ എന്താണാവോ? ആ കമ്പ്യൂട്ടറിന് പകുതി ഭാഗമേ കാണുന്നുള്ളൂ. ഈ മൊബൈലാണോ? മൊബൈലിൽ ശരിക്കും വെക്ക്. എന്നിട്ട് ഓക്കെ. അല്ല നീ ഇപ്പം
കമ്പ്യൂട്ടർ ഓണായില്ല ഇവിടെ. ആഷിനെ ആഷിൻകുട്ടാ ഓക്കെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയില്ലെന്ന് തോന്നുന്നു. അതെ ഇവിടെ ആരാ ഷോൺ. ഓക്കെ ഓക്കെ ഷോണിന്റെ മറ്റേ ഷെഫി. ഓക്കെ ഷെഫി അതെ ക്ലിയർ ആയിട്ട് വെരി ഗുഡ് വെരി ഗുഡ്. കുറച്ചുകൂടെ ക്യാമറ മോള് ഓക്കെ ഇനി കളിക്കാവോ ഷെഫി? നീ ട്രൈ ചെയ്തോ ആഷിനെ കാണുന്നില്ല മോനെ നിന്റെ ക്ലിയർ ലൈറ്റ് ഇല്ല. നീ ഓൺ ആക്കിയില്ലേ ഇതുവരെ? സാരമില്ല സാരമില്ല ആഷിൻ്റെ ഷെഫി പോയോ? ആഷിൻകുട്ടാ ആഷിന്റെ ഓക്കെ കമ്പ്യൂട്ടർ ഓൺ ആയില്ലേ മോന്റെ ഇതുവരെ? ഷെഫി സ്റ്റാർട്ട് പ്ലേയിങ്. ഷെഫി ക്യാൻ യു കളിക്കാൻ അറിയാമോ മോളെ? ഓക്കെ 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 എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഷെഫി ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഹാർട്ടിനെ അങ്ങോട്ട് നിക്കി. പിന്നെ എനിക്ക് ഇവിടുന്ന് നമ്പേഴ്സ് ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷെ സംഭവം മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഒക്കെ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. സെറ്റാക്കി ഓരോന്നിനും സെറ്റാക്കുന്നുണ്ട്. ആഷിനോടെ പോയി. യെസ് യെസ് അവിടെ 2-3 സെറ്റായിട്ടുണ്ട്. ആഷിൻ്റെ എന്തായി ആഷിനെ? ഓക്കെ ഷെഫി താങ്ക് യു. തീരുന്നോളം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ആഷിനെ കാണിക്കുന്നുണ്ട്. ആഷിനെ ഒന്ന് കാണിച്ചാൽ മറ്റേ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഷെഫിയുടെ എന്തേ തീർന്നോ? ഷെഫീനെ കാണുന്നില്ല പോയോ? ഷെഫി ഷെഫി ഇവിടെ ഉണ്ടോ? ശരി ശരി പേര് നോക്കുന്ന അപ്പം പപ്പയുടെ പേരിലല്ലേ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഓക്കെ ആഷിനെ തിരിച്ചു വെക്കുക എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ അതില് യെസ് ഇത് സോൾട്ടയർ. സോൾട്ടയർ അല്ലാതെ വേറൊരു ഈ പറയുന്ന കാർഡ്സിന്റെ ഗെയിം ഉണ്ടല്ലോ. ആഷിന്റെ മൊബൈലിലുണ്ടോ? വേറെ സെറ്റാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാർഡ്സിന്റെ ഒരെണ്ണമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാത്തതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ ലീവ് ഇറ്റ്. അത് ഇപ്പം എത്ര കാലം കളിച്ചാൽ നിങ്ങൾക്ക് ഷെഫീഡത് വേറെ യെസ് ഷോണ അല്ല ആഷിന് അതേ ഗെയിം. ആഷിന് ഇപ്പൊ എടുത്ത ഗെയിം ഇപ്പൊ ഓപ്പൺ ചെയ്ത് കാണിച്ച് സെറ്റാക്കുന്നല്ലേ ഇത്? ശരി ഇനി വലിച്ചു കൊണ്ട് മോളിൽ കൊണ്ട് വെക്കുന്നല്ലേ? അല്ല മോളിൽ നിന്ന് ഓരോന്നിനെ വലിച്ച് സെറ്റാക്കിയതല്ലേ ഇത്? ആഷിന് ഈസ് നോട്ട് റിപ്ലൈങ്. ഓക്കെ ലീവ് ഇറ്റ്. ഇനി മതി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നവരൊന്നും ഇത് കഴിഞ്ഞതിന് ശേഷം കളിച്ചു നോക്കുക കേട്ടോ. കമ്പ്യൂട്ടർ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കളിച്ചു നോക്കുക. ശരി മോനെ താങ്ക് യു ഷെഫി ആൻഡ് ആഷിൻ.
Okay. Cards, next page 98. Cards may be placed on top of the uncovered card of each column if they are the opposite color and next in order. For example, if the claverate black is on top in a column, you may place a red, the 7 of hearts or the 7 of diamonds on top of it. ബ്ലാക്ക് ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് റെഡ് പിന്നെ ഒരു ബ്ലാക്ക് പിന്നെ ഒരു റെഡ് ആ രീതിയിലായിരിക്കണം. ആൻഡ് കറക്റ്റ് നമ്പർ 1 by 1 ആയിട്ടായിരിക്കണം. ആഫ്റ്റർ 8 നെക്സ്റ്റ് 7 താഴെ വരണം, നെക്സ്റ്റ് 6 വരണം, അങ്ങനെ. ഓക്കെ മോനെ അയ്യോ പതിയെ എടുത്ത് വെക്ക് മുത്തേ. അശ്ന ലാപ്ടോപ്പ് പതിയെ വെക്ക്. ഓക്കെ. Then you may place a black 6 on top of the 7 and so on. When the column is empty, you may move a king to the restart the column. പിന്നെ നമ്മൾ ഒന്നുകൂടെ റീസ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്തെ മുകളിലുള്ള ബാക്കിയും കൂടെ വരും. ഇനിയിപ്പോൾ കിങ് ക്യൂവിന് 10 ഒക്കെ കിട്ടാനുണ്ട് അല്ലേ. ആഫ്റ്റർ മൂവിങ് എ കാർഡ് ഫ്രം എ കോളം, ക്ലിക്ക് ഓൺ ദ നെക്സ്റ്റ് കാർഡ് ടു ടേൺ ഇറ്റ് ഓവർ. ടു സീ മോർ കാർഡ്സ്, ക്ലിക്ക് ഓൺ ദ ഡെക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണർ ടു ബിഗിൻ ദ ടേൺ ഓൺ ദ കാർഡ്സ്. ഇതിപ്പോ കാർഡ് നമ്മൾ ഒന്നെടുക്കുമ്പോൾ മാത്രമേ ഒന്ന് വലിച്ചു മാറ്റിയാൽ മാത്രമേ അതിന്റെ ഉള്ളിലുള്ളത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മീൻസ് ഓപ്പോസിറ്റിലായിരിക്കും. നമുക്ക് ഇങ്ങനെ കാണണം, എന്നാലും നമുക്ക് ഇവിടെ എന്താണോ ഉള്ളത്, നമ്പർ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രം ഏറ്റവും താഴെയുള്ളത് മാത്രം പുറത്തുള്ളത് ഇങ്ങനെ ഇരിക്കും, ബാക്കിയുള്ളത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ. അപ്പൊ ഇതിനെ നീക്കി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അടുത്തത് തിരിയും. മനസ്സിലായോ? ഓക്കെ. പക്ഷെ ഗെയിം എങ്ങനെ എന്താ ഓക്കെ. മുഹമ്മദ് അവിടുന്ന് ഷംബീൻ അവിടുന്ന് ഇങ്ങനെ ടീച്ചർ കാണിച്ച പോലെ കാണിക്കുന്നല്ലേ. ഐ തോട്ട് ഞാൻ വിചാരിച്ചു യു വാണ്ട് ടു സേ സംതിങ്. ഓക്കെ. സോ ഈ ഗെയിം എങ്ങനെ കളിക്കും എന്ന് ഇപ്പം നമ്മൾ എന്താ പറയുന്നത് ഫ്രീ സെല്ല് അല്ലെങ്കിൽ മൈൻഡ് സ്വീപ്പർ എന്നൊക്കെ പറഞ്ഞ ഗെയിമുകൾ കളിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് വെക്കില്ല. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണോ ചോദിക്കും. ഫസ്റ്റ് സ്റ്റാർട്ട്, ദെൻ ഗോ ടു പ്രോഗ്രാംസ്. ഓ സിനാൻ, യുവർ ബ്രദർ, ലെറ്റ് മീ സീ ഹിം. സിനാൻ പ്ലീസ്, അവനെ ഒന്ന് എടുത്തേ. ഞാനൊന്ന് കാണട്ടെ കുഞ്ഞാവേനെ, കണ്ടിട്ടേ ഇല്ല നിന്റെ മുത്തിനെ. ഒന്ന് എടുത്തേ അവനെ. സിനാൻ സ്റ്റക്കായോ? സിനാൻ മുഖം കാണുന്നില്ല. ഓക്കെ 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 ഓക്കെ. 1 year ഈസ് ഓവർ നോ? ബർത്ത്ഡേ കഴിഞ്ഞില്ലേ കുഞ്ഞാവേടെ? ഓക്കെ, താങ്ക് യു മോനെ. ശരി. സോ ഫസ്റ്റ് വി ഹാവ് ടു ഗോ ടു സ്റ്റാർട്ട്, then programs, then games, then select the desired program, desired game. അത്രേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇത് എങ്ങനെയാണ് ഇപ്പൊ സോൾട്ടയർ എങ്ങനെ കളിക്കും അങ്ങനെയൊന്നും ചോദിക്കത്തില്ല കേട്ടോ. ആരോട് എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? ഓക്കെ. ഇനി ഇതിനകത്ത് മൈൻഡ് സ്വീപ്പർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. മൈൻഡ് സ്വീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ ഉള്ളില് സ്മോൾ കോളംസ് തന്നിട്ടുണ്ട്. ഒരു ബിഗ് സ്ക്വയർ, ഒരു ചതുരം, അതിനകത്ത് ചെറിയ ചെറിയ വെറി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഗിവൺ. ആ സ്ക്വയറിൽ എവിടെയോ മൈൻസ് ഉണ്ട്. മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി ഒളിഞ്ഞിരിക്കുന്നത് പോലെ. അപ്പൊ നമ്മൾ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയില്ല എവിടെയാണ് ഹിഡൻ ട്രഷർ ഉള്ളതെന്ന്, എവിടെയാണ് അതുള്ളതെന്ന്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് ആരുടെ ഗെയിമിലുണ്ടോ അത്? ആഷിന്റെ ഫോണിലുണ്ടോ? അതല്ല, സോറി, ആഷിന്റെ ലാപ്ടോപ്പിലുണ്ടോ മൈൻഡ് സ്വീപ്പർ എന്ന് പറഞ്ഞൊരു ഗെയിം? ഓക്കെ. അവിടെ വേറെ ആരായിരുന്നു കാണിച്ച? ഷെഫിക്കുട്ടിയല്ലേ? എന്തിയാ കുഞ്ഞ് കാണുന്നില്ലോ. ഓക്കെ. ഷെഫിയുടെ ഫോൺ ഇതിലുണ്ടോ, ലാപ്ടോപ്പിലുണ്ടോ മോളെ മൈൻഡ് സ്വീപ്പർ? യെസ്. ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആ കുഞ്ഞു സ്ക്വയറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഓപ്പൺ ആയിട്ട് വരും. ബോംബ് പൊട്ടെന്നറിയും. എന്തോ? ഇപ്പൊ കാണിക്കാനാ? ഇപ്പം കാണിക്കാനാ ഉണ്ടോ? പറ്റുമോ നോക്കൂ കേട്ടോ.
യെസ്, കുറച്ചുകൂടെ മറ്റേ ഫോണിന്റെ ക്യാമറ ഒന്ന് അടുപ്പിച്ച് വെച്ച് വലുതാക്കാമെങ്കിൽ മക്കൾക്കും കൂടെ കാണാമായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ ഒരെണ്ണം കൂടെ എടുത്ത് കളിക്കുമോളെ. ഞാൻ പറഞ്ഞിട്ട് കളിക്കാൻ തുടങ്ങിയാൽ മതി. അത് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതായത് ഇപ്പം ഓപ്പൺ ചെയ്ത് കുറെ എണ്ണം തുറന്നു വന്നില്ലേ, ഫസ്റ്റ് സ്ക്രീൻ കാണണം. ന്യൂവിൽ ക്ലിക്ക് ചെയ്തേ, എന്റെ ഫയലിൽ പോയി ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സി ഓക്കെ വെയിറ്റ്. നിങ്ങൾ ഇതില് ഷാജനേയൽ എന്ന് ക്ലിക്ക് അല്ല, നിങ്ങളുടെ പാർട്ടിസിപ്പൻസിൽ പോയിട്ട് ഷാജനേയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു മിനിറ്റ് മോളെ, ഞാൻ പറഞ്ഞിട്ട് കളിച്ചാൽ മതി. പാർട്ടിസിപ്പൻസിൽ പോയിട്ട് ഷാജനേയൽ എന്നുള്ളതില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ മോള് ചെയ്യണ്ട, മറ്റുള്ളവർ ചെയ്താൽ മതി. മോളെ ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയാണ്. എന്ത് ചെയ്യും, കുഞ്ഞു പോയോ? ഓക്കെ എല്ലാരും കാണുന്നില്ലേ? ശരി, ഇനി ഒന്ന് കളിച്ചേ മോളെ. നമ്മള് കുറെ ചെറിയ ചെറിയ കോളംസ് ഉണ്ട്, അതിൽ എല്ലാത്തിലും ഇല്ല, എവിടെയൊക്കെ ആയിട്ടാണ് ഈ മൈൻ ഉള്ളത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. ഇപ്പൊ അവളുടെ ഓപ്പൺ ആയി, കുറെ എണ്ണം ഓപ്പൺ ആയി. ഓക്കെ, ഇപ്പൊ പുതിയതൊരെണ്ണം തുറന്നു. അവിടെ എവിടേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഓരോന്നോരോന്ന് തുറന്നു. ഫുള്ള് നമുക്ക് തുറക്കണം, പക്ഷെ ചിലയിടത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഫുൾ അതിന്റെ ബ്ലാക്ക് കളറിലുള്ള സാധനം വരും. 2-3 എണ്ണം ബാക്കി കിടപ്പുണ്ട്. ഓക്കെ ഗുഡ്, മതി. അത് കൂടുതൽ ഇങ്ങനെ കാണിക്കുമ്പം ഇവിടുന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ. വേറൊരാൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് സ്ക്രീനിൽ കിട്ടണം എന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മൾട്ടിമീഡിയനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇങ്ങനെ പല ഗെയിംസിൽ, അതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ CD റോമിലുള്ള ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ഇത് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിമീഡിയ. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലായി. ഇപ്പം 4th സ്റ്റാൻഡേർഡിൽ എത്തിയതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗെയിമുകളൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ ഇതിലേക്ക് ഫോണിൽ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് you could have been seen or you could have been played games. But here there is no option for you to play, because first of all in my computer there is no game to show you also. Okay, എന്നാ പിന്നെ time is up. We will wind up the class. We will see you next week, next Tuesday. Okay, bye. Progress card ഒക്കെ റെഡി ആണ് കേട്ടോ. അടുത്ത ദിവസം PTA വിളിക്കും. ഇന്നൊരു സൂം മീറ്റിംഗ് പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് PTA വിളിക്കും പ്രോഗ്രസ് കാർഡിലൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അറിയാം നിങ്ങളുടെ. ഓക്കെ, ബൈ.